എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ എന്ന ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ദേവദൂതൻ എന്ന സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പോൾ അതിലെ അലീന എന്ന് പറയുന്ന കഥാപാത്രമായി അഭിനയിച്ച നടി എവിടെ എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും ചോദ്യചിഹ്നം. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. ഒരേയൊരു മലയാള ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ താരമാണ് വിജയലക്ഷ്മി. 2000 സിബി മലയിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ദേവദൂതൻ. ആ ചിത്രത്തിൽ സ്നേഹ എന്ന കഥാപാത്രമായി എത്തിയത് വിജി എന്ന വിജയലക്ഷ്മി തന്നെ. ചിത്രം റിലീസിനൊരുങ്ങുമ്പോൾ മറ്റെല്ലാ കഥാപാത്രങ്ങളെയും പോലെ വിജയലക്ഷ്മിയെയും ആരാധകർ അന്വേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ അന്ന് ദേവദൂതൻ വിജയിച്ചിരുന്നെങ്കിൽ നിരവധി വേഷങ്ങൾ മലയാളത്തിൽ നിന്ന് വിജയലക്ഷ്മിയെ തേടി എത്തിയേനെ. ജൂലൈ 26-ന് റിലീസ് വരുമെന്ന് കേട്ടപ്പോൾ മുതൽ ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലുടനീളം. അന്ന് പക്ഷേ ആ ചിത്രത്തിൻ്റെ ഭാഷ തിരിച്ചറിയാൻ പ്രേക്ഷകർക്ക് സാധിച്ചില്ല. എന്നാൽ ഇന്ന് അതേ സിനിമ വീണ്ടും തിയേറ്ററിൽ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചും പ്രേക്ഷകർ തന്നെയാണ്. മോഹൻലാൽ, ജയപ്രദ, വിനീത് കുമാർ, മുരളി തുടങ്ങിയവരൊപ്പം കന്നഡ ലക്ഷ്മി വിജയലക്ഷ്മിയും ഒരു പ്രധാന റോൾ ചെയ്തിട്ടുണ്ട്. അതായത് മോഹൻലാൽ വിജയകൃഷ്ണമൂർത്തി എന്ന കഥാപാത്രമായി വന്നപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്ത മ്യൂസിക്കൽ ഡ്രാമയിലെ അലീനയായി അഭിനയിച്ചത് സ്നേഹ എന്ന കഥാപാത്രമായി എത്തിയ വിജയലക്ഷ്മിയാണ്. കുറച്ച് കാലം മുൻപ് വരെ വിജയലക്ഷ്മിയെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. പലതരം വിവാദങ്ങളും നടിയെക്കുറിച്ച് പുറത്തു വന്നിരുന്നു. നാഗമണ്ഡല എന്ന കന്നഡ ചിത്രത്തിലൂടെ 1997-ലാണ് വിജയലക്ഷ്മി സിനിമയിലെത്തിയത്. ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് നേടിയിട്ടുണ്ട്. ശേഷം ജോഡി ഹക്കി, ഭൂമി തയ്യെ തുടങ്ങി നിരവധി ചിത്രങ്ങൾ വിജയലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ ജനിച്ച വിജയലക്ഷ്മി പഠിച്ചതും വളർന്നതും ബാംഗ്ലൂരിലാണ്. പൂന്തോട്ടം എന്ന തമിഴ് ചിത്രത്തിലൂടെ കോളിവുഡിലും താരം അരങ്ങേറ്റം കുറിച്ചു. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ സൂര്യയുടെ ജോഡിയായി അഭിനയിച്ചതും വിജയലക്ഷ്മി തന്നെ. ആ കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 2006-ൽ ഒരു ആത്മഹത്യാ വാർത്തയ്ക്കൊപ്പമാണ് വിജയലക്ഷ്മിയുടെ പേര് വീണ്ടും സിനിമാ ലോകം ചർച്ച ചെയ്യപ്പെട്ടത്. നടിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച അസിസ്റ്റന്റ് ഡയറക്ടറുടെ ശല്യം സഹിക്കാൻ കഴിയാതെ നടി ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ആ സംഭവത്തിൽ നിന്ന് നടി കഷ്ടിച്ചു രക്ഷപ്പെട്ടു. വിജയലക്ഷ്മിയുടെ അച്ഛൻ മരിച്ച സമയത്തായിരുന്നു ആത്മഹത്യാശ്രമം. എന്നാൽ പ്രതിസന്ധികൾ ഒരുമിച്ച് വന്നപ്പോൾ വിജയലക്ഷ്മി മാനസികമായി തളർന്നുപോയി. ആ വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു. അതേ വർഷം തന്നെയാണ് നടൻ സൃജൻ ലോകേഷുമായി നടിയുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞത്. 3 വർഷത്തെ പ്രണയത്തിനൊടുവിൽ 2007-ലാണ് വിവാഹം തീരുമാനിച്ചത്. എന്നാൽ ആ വിവാഹവും മുടങ്ങിപ്പോയി. ഈ സംഭവങ്ങൾക്ക് ശേഷം താരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വാഴ്ത്തുങ്കൽ, ബോസ്കോ, എങ്കിര ഭാസ്കരൻ എന്നീ ചിത്രങ്ങളും മികച്ച വേഷങ്ങൾ ചെയ്തു. എന്നാൽ ഇപ്പോൾ 7 വർഷത്തോളമായി വിജയലക്ഷ്മി ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട്. ഇപ്പോൾ നമ്മുടെ മലയാളം ദേവദൂതൻ റിലീസിലൂടെ വീണ്ടും വിജയലക്ഷ്മി സജീവമാകണമെന്നാണ് ആരാധകരുടെ ആവശ്യം.